വിജയം നല്ല സന്തോഷം. ഇത് ശരിക്കും പറഞ്ഞാൽ സത്യത്തിൻ്റെ വിജയമാണ്. പിന്നെ അതുപോലെ ജനങ്ങളുടെ വിജയമാണ്. എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരുടെയും വിജയമാണ്. വളരെ സന്തോഷമുണ്ട്. ഇനി നമ്മുടെ കൗൺസിലർ ചെയ്തതിൻ്റെ പിന്തുടർച്ച എല്ലാ ജനങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാനുണ്ടാവും. സിറ്റിംഗ് സീറ്റാണ് അത് നിലനിർത്തുക എന്നുള്ള വലിയൊരു വെല്ലുവിളിയായിരുന്നില്ലേ? അതെ, വെല്ലുവിളി തന്നെയായിരുന്നു. സാക്ഷാത്കരിച്ചു. സത്യത്തിന്റെ വിജയം എന്നാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. AP അബ്ദുള്ളക്കുട്ടി നേരത്തെ എന്തുകൊണ്ടാണ് BJP വിജയം കൈവരിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ജനം ടിവിയോട് വ്യക്തമാക്കിയത്. രോഹിണി, ഈ കോട്ടയം ചിറക്കടവ് പഞ്ചായത്ത് ഈ പരമ്പരാഗതമായി CPM-ന് വലിയ സ്വാധീനമുള്ള മറ്റൊരു പഞ്ചായത്തായിരുന്നു ചിറക്കടവ്. അവിടെ NDA നടത്തിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ മുന്നേറ്റമാണ്. 8 ഇടത്ത് NDA വിജയിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ ഇടത് കോട്ടയായ തെക്കേത്ത് കവല ഉൾപ്പെടുന്ന വാർഡ് BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ വാർഡിൽ BJPയുടെ യുവമുഖമായിട്ടുള്ള വിഷ്ണു S. നായർ വിജയിച്ചിരിക്കുന്നു. അതായത് ഈ പരമ്പരാഗതമായി CPM മാത്രമുള്ള സ്ഥലങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമുള്ള സ്ഥലങ്ങളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് BJPയുടെ പടയോട്ടം നടക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ചിറക്കടവ് എന്നൊക്കെ പറയുന്നത്. അതെ, അത് മാത്രമല്ല ഗൗതം പറഞ്ഞതുപോലെ കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടെ LDF ആണ് ഇത്തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണം കൈയാളിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അവിടെ നിന്ന് ഒരുപക്ഷെ BJPക്കൊന്നും സ്ഥാനാർത്ഥികൾ പോലും അടുത്ത കാലത്താകും എത്തുന്നത്. വളരെ ബുദ്ധിമുട്ടി സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടുപിടിച്ച് എത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ആ പഞ്ചായത്തിൽ നിർണായക ശക്തിയായി മാറുകയാണ്. പഞ്ചായത്ത് പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് ഇടത് കോട്ടകളിൽ ഇത്തരത്തിൽ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ടാണ്. അതെ, അത് മാത്രമല്ല ഗൗതം, നമ്മളിപ്പോൾ കോട്ടയത്തെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ബാലരാമപുരം. ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ഗൗതമിന് കൃത്യമായി തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അവിടെ M. വിൻസെന്റ് MLA-യുടെ വാർഡിൽ BJPക്ക് ജയം എന്ന് പറയുമ്പോൾ എത്രമാത്രം ആ സ്വാധീനമായി BJP വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രാദേശിക നമ്മൾ ഇത്രയും നാൾ നടത്തിക്കൊണ്ടുപോകുന്ന ഈ പ്രാദേശിക സ്വഭാവങ്ങൾ ഒക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് BJPയെ ജനം സ്വീകരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഒപ്പം പന്തളം തെക്കേക്കര പഞ്ചായത്ത് രോഹിണി BJP പിടിക്കുകയാണ്. കുളനട BJP ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു. ഇപ്പൊ പന്തളം തെക്കേക്കര വാർഡിൽ കൂടി അവിടെയാണ് നമ്മുടെ ഇൻജസ്റ്റിലെ അനന്തുവിന്റെ അമ്മ ഒക്കെ വിജയിച്ച പഞ്ചായത്താണ്. 9 സീറ്റുകൾ നേടി ഗംഭീര വിജയം തന്നെയാണ് കൈവരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഫലങ്ങളും വരുന്നുണ്ട്. LDF 8, UDF 6, NDA 7 എന്നുള്ള രീതിയിലാണ്. നമുക്ക് തിരുവനന്തപുരം നഗരസഭയുടെ നില ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ NDA BJP 50, LDF 29, UDF 19, അതേഴ്സ് 2 എന്നുള്ള കണക്കുകൾ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വരുന്നുണ്ട് രോഹിണി. LDF നിലനിർത്തിയിരിക്കുകയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്. NDA അവിടെ ഒരു സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജില്ലാ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ BJP മുന്നേറ്റം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഗ്രാമപഞ്ചായത്തിലും നഗരസഭയിലും മാത്രമല്ല, കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഇതൊക്കെ വളരെ വിസ്തൃതി കൂടുന്നതാണ്. വാർഡുകൾക്കപ്പുറത്തേക്ക്, അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി എല്ലാ അർത്ഥത്തിലും ഒരു വലിയ പോരാട്ടത്തിന് സജ്ജമാകുന്നതിൻ്റെ കൃത്യമായ ലക്ഷണങ്ങളാണ് ഈ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്കിലുമൊക്കെ BJP മുൻപൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിരിക്കുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ. മനോജ്, ഒരു അപ്ഡേഷൻ. ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്ത്, എനിക്ക് കൊല്ലത്തെയാണ്, അവിടെ 7 സീറ്റുകൾ നേടി NDA ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി തൊട്ട് പിറകെ തന്നെയുണ്ട് അല്ലെ. LDF 8 ആണെങ്കിൽ NDA 7 ആണ്. UDF 6 ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഈ UDF-ന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഗൗതം, UDF പലയിടത്തും നേട്ടം കൊയ്തു എന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഭരണവിരുദ്ധ വികാരം ഒരു പരിധിവരെ പലയിടങ്ങളിലും സ്പർശിച്ചിട്ടുണ്ടാകാം UDF-നെ എന്ന് കരുതി അവർക്കിനി വരാനിരിക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേട്ടം കൊയ്യും എന്നുള്ള അവകാശവാദത്തിലേക്ക് എത്താൻ സാധിക്കും? ഒരിക്കലുമില്ല. മാത്രമല്ല UDF ഇത്തവണ തീവ്ര മുസ്ലിം ശക്തികളെയൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഇനിയും പരിശോധിക്കണം. കാരണം ഇതിപ്പോ ഉച്ചയായിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ ഒരു ആകത്തുക ചിത്രം വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ തീവ്ര ഇസ്ലാമിക ശക്തികളെ കൂടെ കൂട്ടി വെൽഫെയർ പാർട്ടിയുമായി 300-ലധികം സീറ്റുകളിൽ കോൺഗ്രസ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വടക്കൻ കേരളത്തിൽ SDPIക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത, SDPI 4000 വാർഡുകളിലാണ് അവർ മത്സരിച്ചിരുന്നത്. അപ്പോൾ ബാക്കി വാർഡുകളിൽ അവരുടെ പിന്തുണ ഒരുപക്ഷെ UDF-ന് പോയിട്ടുണ്ടാകും. UDF അടുത്ത കാലത്ത്
അതിതീവ്ര മുസ്ലിം സംഘടനകളുമായി കൂട്ടുകൂടുന്നുണ്ടായത്. കാരണം പിണറായി വിജയൻ അങ്ങനെ കൂട്ടുകൂടിയാണ് രണ്ടാമതും തുടർഭരണം നേടിയത്. ഏറ്റവും ഒടുവിൽ ഈ CPM-ലെ ഹിന്ദു വോട്ടുകൾ ഈ തീവ്ര മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്ന നിലയിൽ BJP-യിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കുറച്ചൊന്ന് മുസ്ലിം ഭീകരതയിൽ നിന്ന് പിണറായി ഒന്ന് പുറത്തു പോയി. ആ സമയത്ത് ഒരുപക്ഷെ അത് ആ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഇത് കോൺഗ്രസിന് ഇപ്പൊ കിട്ടിയ നേട്ടം സ്ഥായിയല്ല എന്നുള്ളത് പറയുന്നുണ്ട്. അതെ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പട്ടാഴി വടക്കേക്കരയിൽ കൂടി ഭരണമാർക്കാണ് എന്നുള്ളത് വരുന്നുണ്ട്. അത് UDF ആണ് പിടിച്ചിരിക്കുന്നത്. UDF 6, BJP 4, LDF 4 എന്ന തരത്തിലാണ്. ഓച്ചിറ പഞ്ചായത്തിലെ കക്ഷി നില അവിടെ നോക്കൂ. അവിടെ UDF 12, LDF 3 ആണ്. BJPക്ക് അവിടെ 4 സീറ്റുണ്ട്. ഓച്ചിറ എന്ന് പറഞ്ഞാൽ BJPക്ക് അങ്ങനെ വലിയ സ്വാധീനം മുമ്പ് ഉള്ള സ്ഥലങ്ങളല്ല. കരുനാഗപ്പള്ളിക്ക് അപ്പുറത്തുള്ള കൊല്ലം ജില്ലയുടെ ആലപ്പുഴ കൊല്ലം ബോർഡറിലുള്ള സ്ഥലങ്ങളാണ് ഓച്ചിറയൊക്കെ. അപ്പോൾ അവിടെയെല്ലാം വേരോട്ടം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം. NDA 50, LDF 29, UDF 19 എന്ന നിലയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. കോർപ്പറേഷനിൽ BJPയുടെ ഒറ്റയ്ക്കുള്ള ഭരണം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാരാർജി ഭവനിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന സെക്രട്ടറിയും തിരുവനന്തപുരത്തെ മത്സരിച്ച VV രാജേഷും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ മറ്റ് നേതാക്കൾ PK കൃഷ്ണദാസ് BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ്. BJP തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ കരമന ജയൻ, അതോടൊപ്പം ഇന്ന് വിജയികളായ സ്ഥാനാർത്ഥികൾ മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവുമായ V മുരളീധരൻ. അദ്ദേഹത്തെ പറ്റിയൊക്കെ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ BJPക്ക് കേരളത്തിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തനം സജ്ജമാക്കിയത് V മുരളീധരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്താണ്. പിന്നീട് K സുരേന്ദ്രൻ അദ്ദേഹം ഇരുന്ന കാലത്താണ് ലോക്സഭയിൽ BJPക്ക് ഒരു സീറ്റ് കിട്ടുന്ന രീതിയിലുള്ള ചരിത്ര വിജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിന് ബെഡാ ഫൈറ്റർ എന്നാണ് K സുരേന്ദ്രൻ. അദ്ദേഹം ഉൾപ്പെടെയുള്ള BJPയുടെ മുൻകാല നേതാക്കൾ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രോഹിണി, അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ നേരെ പത്തനംതിട്ടയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ധാരാളം അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അപ്പം മലപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അതെ, മലപ്പുറത്ത് പൊന്നാനി നഗരസഭ LDF-ന് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. LDF നഗരസഭ നിലനിർത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 31 സീറ്റിലാണ് LDF, 16 UDF, NDA 2. ഒപ്പം ഇടുക്കിയിൽ ഒരു ex-MLA തോറ്റിരിക്കുന്നു. കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന്റെ ex-MLA ആയിട്ടുള്ള മുൻ AICC അംഗവുമൊക്കെ ആയിട്ടുള്ള EM അഗസ്തി തോറ്റിരിക്കുകയാണ്. അതുമാത്രമല്ല ഗൗതം, ശ്രദ്ധിക്കൂ, EM അഗസ്തി തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. പൊതുവേദികളിൽ ഉണ്ടാകില്ല എന്നുള്ളത്. കാരണം ആ തോൽവിയിൽ നിരാശനാണ് എന്നുള്ളത് വ്യക്തമാണ്. സ്വാഭാവികമായും വാർഡുകളിൽ തോക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ്. ശാലിനി ചേരുകയാണ്. ശാലിനി, തിരുവനന്തപുരത്ത് വലിയ ആഘോഷങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. BJP നേതാക്കൾ, മുതിർന്ന നേതാക്കളെല്ലാം മാരാർജി ഭവനിലുണ്ട്. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? പറയൂ ശാലിനി. ഗൗതം, തിരുവനന്തപുരത്ത് ഒരു പുതിയ സംസ്ഥാന കാര്യാലയം നിർമ്മിച്ചപ്പോൾ പലരും സംശയത്തോടെയും പരിഹസിച്ചുകൊണ്ടൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. BJPക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ, BJPക്ക് കൂടുതൽ കൗൺസിലർ ഉണ്ടാവുമോ, BJP തിരുവനന്തപുരം പിടിക്കുമോ എന്നൊക്കെ ഒരു ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്ന ദിവസമാണ് ഇന്നിപ്പോൾ. നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ജഗതി വാർഡിൽ നിന്ന് വിജയിച്ച PT മധുവാണ്. ജഗതി PT-ക്കുള്ളതാണ് ജഗതി. എന്ത് പറയുന്നു ഈ സന്തോഷത്തിന്? പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം, നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരുടെയും സംഘപ്രവർത്തകരുടെയും ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം കൊണ്ടാണ് ഞാൻ ഈ വിജയത്തിൽ എത്തിയത്. കാരണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിച്ച് ചേർന്നിട്ടും നമ്മുടെ പ്രസ്ഥാനത്തെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നായിരുന്നു വോട്ട് പിടുത്തം, ഒരുമിച്ചായിരുന്നു അവരുടെ പ്രവർത്തനം, ഒരുമിച്ചായിരുന്നു ബൂത്തിൻ്റെ പ്രവർത്തനം. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ജയിച്ചു വന്നു. ഇനിയും ഞങ്ങൾ ജയിക്കും, ഇനിയും ഞങ്ങൾ ജയിക്കും, ഇനിയും ഞങ്ങൾ ജയിക്കും. പ്രതിപക്ഷമൊക്കെ ആയിരുന്ന നഗരസഭയിൽ ഇനി ഭരിക്കാൻ പോവുകയാണ്, തലസ്ഥാനം പിടിച്ചു. അത് അന്ന് ആദ്യമേ ഞാൻ ജനത്തിനോട് പറഞ്ഞു, ജനത്തിനോടും ഈ നമ്മുടെ ചാനലിനോടും പറഞ്ഞു, ചാനലിനോടും പറഞ്ഞു. അങ്ങനെ ജനത്തിനോട് പറഞ്ഞ അത് ഇപ്പോൾ സബലീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ 51-ലെത്തി നിൽക്കുകയാണ് നമ്മുടെ നഗരസഭയിൽ. അതേപോലെ തന്നെ അതിനെ എന്തുകൊണ്ടും അവർ മറികടക്കാൻ ശ്രമിക്കും. എന്നിരുന്നാലും നമ്മൾ അതിനെ അതിജീവിച്ച്
നമ്മൾ അധികാരത്തിലെത്തിയിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. 45 വർഷത്തെ കോട്ടയാണ് തകർത്തത്. CPM-ന്റെ 45 വർഷത്തെ കോട്ട തകർത്ത ഒരാളാണ്. അവരുടെ കുത്തകയായിരുന്നു, കുത്തക. അതിനകത്ത് അഴിമതിയും അതിക്രമവും എല്ലാം കൊണ്ട് സഹിച്ച് കഴിഞ്ഞ കൗൺസിൽ പീരീഡിൽ നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് കിട്ടിയ അടിയും ചവിട്ടും എല്ലാം ഏറ്റുകൊണ്ട് അത് ജനം നൽകിയ മറുപടിയാണ് ഈ വിജയം. അത് ഇനിയും ഉണ്ടാവും, വീണ്ടും ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് കഴിഞ്ഞ 10 വർഷം ഏകദേശം 43 വർഷമായി തിരുവനന്തപുരം നഗരസഭ അങ്ങനെ CPM കുത്തക ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അട്ടിമറി വിജയത്തിലൂടെ ഇപ്പോൾ BJP സ്വന്തമാക്കിയിരിക്കുന്നത്. അവരുടെ ആഘോഷം അത്രത്തോളമാണ്. കാരണം ഒരു സംസ്ഥാന കാര്യാലയം തലസ്ഥാനത്ത് ഉയർന്നപ്പോൾ വലിയ രീതിയിലുള്ള തമാശ കോമഡികളൊക്കെ ഉയർന്നു. കഴിഞ്ഞ ദിവസം ഇപ്പോൾ BJP-യുടെ ഒരു മുതിർന്ന നേതാവ് കേന്ദ്രമന്ത്രി സാക്ഷാൽ സുരേഷ് ഗോപി തന്നെ തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. തിരുവനന്തപുരം തിലകമറിയും, തിലകം കുറി ചാർത്തുമെന്നുള്ള ആ തിലകക്കുറി ചാർത്തുമെന്ന് പറഞ്ഞപ്പോഴും പല മാധ്യമപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ തിലകക്കുറിക്ക് എന്ത് നിറമായിരിക്കും എന്നുള്ളത്. അവരുദ്ദേശിച്ചത് ചുവപ്പ് നിറമാണ്. പക്ഷേ ആ ചുവപ്പ് നിറമല്ല ഇന്ന് ആ തലസ്ഥാനത്ത് ചൂടിയിട്ടുള്ള തിലകത്തിന് എന്നുള്ളതാണ്. ആ തിലകത്തിന്റെ കളറാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാവിക്കൊടിയുമായി ഒപ്പം തന്നെ BJP-യുടെ പതാകകളുമായി കഴിഞ്ഞ കുറേ നേരമായി ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളായി ഇവിടെ നിന്ന് അവരുടെ വിജയം ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്തതിനു ശേഷം സർട്ടിഫിക്കറ്റ് അടക്കം വാങ്ങിയതിനു ശേഷം പ്രവർത്തകർക്കൊപ്പം അവരുടെ മണ്ഡലങ്ങളിലേക്ക് പ്രത്യേകിച്ച് വാർഡുകളിലേക്ക് അവർ യാത്രയാകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. PT മധുവിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അദ്ദേഹം ജഗതി വാർഡിന് അദ്ദേഹത്തിനെ അറിയാം. അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ, അവിടുത്തെ സാധാരണ ജനങ്ങൾ, അവിടുത്തെ എല്ലാ വിഭാഗം ആളുകൾ അവരുടെയൊക്കെ ഇടയിൽ ഒരു സാധാരണ പ്രവർത്തകനായി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനേ കഴിഞ്ഞ കുറേ നാളുകളായി അവർക്ക് ഇടയിൽ ഒരാളായി ജീവിച്ചൊരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇപ്പോൾ വലിയ ഭൂരിപക്ഷം നേടി വലിയ വിജയം നേടി BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് BJP-യുടെ കൗൺസിലറായി ഇനിയിപ്പോൾ നഗരസഭയിലേക്ക് പോകാൻ പോകുന്നത്. 21-ാം തീയതിയാണ് പുതിയ കൗൺസിൽ അവരുടെ ചുമതല ഏൽക്കാൻ പോകുന്നത്. ആ ചുമതല ഏൽക്കുമ്പോൾ ജഗതി വാർഡിനെ പ്രതിനിധീകരിച്ച് അങ്ങനെ PT മധു ഉണ്ടാകും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിയ വികസന പദ്ധതികൾ കേരളത്തിലേക്ക് എത്തിക്കാൻ, തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ, തിരുവനന്തപുരത്ത് നിന്ന് ജഗതി വാർഡിലേക്ക് എത്തിക്കാൻ PT മധു ഉൾപ്പെടെ വിവിധ വാർഡുകളിൽ വിജയ പ്രതീക്ഷ പങ്കുവെച്ച് എല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നഷ്ടപ്പെട്ട പോയ സീറ്റിന് ഉപരി ഏകദേശം ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ കണക്ക് വരുമ്പോൾ ഏകദേശം 49ഓളം സീറ്റുകൾ BJP NDA ക്യാമ്പുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. തലസ്ഥാനത്ത് അങ്ങനെ ഭരണം പിടിച്ചിരിക്കുകയാണ് BJP. എന്തായാലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെ തുടക്കം മുതൽ തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. മാറ്റം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മാറ്റം വോട്ടർമാർ തന്നെ നൽകിയിരിക്കുകയാണ്. കുത്തകയായിരുന്ന CPM-ന്റെ മാത്രം ഭരണത്തിൽ ഉണ്ടായിരുന്ന തിരുവനന്തപുരം നഗരസഭ അങ്ങനെ ഇനി BJP-യുടെ കൈകളിൽ സുരക്ഷിതമായി എത്തുകയാണ്. നരേന്ദ്രമോദിയുടെ പിൻഗാമികളായ ഓരോ സ്വയംസേവകരുടെയും കൈകളിലേക്കും തിരുവനന്തപുരം നഗരസഭ എത്തുകയാണ്. വികസനം അനന്തപുരിയിലേക്ക് എത്തുകയാണ് ഈ മണിക്കൂറിൽ. ഒപ്പം തന്നെ ഇനിയിപ്പോൾ വികസനത്തിന്റെ ഒരു 5 വർഷമായിരിക്കും തലസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ, BJP-യുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ഒക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ പറഞ്ഞതുപോലെ 45 ദിവസത്തിനുള്ളിൽ ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലസ്ഥാനത്തേക്കുള്ള അനന്തപുരിയിലേക്കുള്ള വരവിനായി കാത്തിരിക്കുകയാണ് ഓരോ വോട്ടർമാരും, ഓരോ സ്ഥാനാർത്ഥികളും, ടീം ജനവും. ഓക്കെ ശാലിനി, മാരാർജി ഭവനിൽ നിന്നാണ് ശാലിനി ചേർത്തത്. BJP പ്രവർത്തകർ സംസ്ഥാനത്തൊട്ടാകെ വലിയ ആഘോഷത്തിലാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നത് BJP-യുടെ വളരെ വർഷങ്ങളായിട്ടുള്ള വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. അടുത്ത കാലത്ത് തിരുവനന്തപുരത്തെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ അടിവരയിട്ട് പറഞ്ഞിരുന്നു. മാരാർജി ഭവന്റെ ഉദ്ഘാടന കർമ്മം നടത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചുകൊണ്ടാകും കേരള നിയമസഭയിലേക്ക് BJP കടന്നു വരിക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ആദ്യ പടി വിജയകരമായി പൂർത്തീകരിക്കുവാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് BJP വളർന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അവിടെ 34 മെമ്പർമാർ BJPക്ക് ഉണ്ടായിരുന്നു. 34 വാർഡുകളിൽ വിജയിച്ചുകൊണ്ട് പ്രധാന പ്രതിപക്ഷമായി BJP അവിടെ കരുത്താർജിച്ചു. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ പ്രധാനപ്പെട്ട നിർണായക ശക്തിയായി മാറിയത്. പിന്നീട് 20 തെരഞ്ഞെടുപ്പിലും 34 സീറ്റുകൾ നേടി കരുത്ത് തെളിയിച്ചു. ഇതാ 25 എത്തുമ്പോൾ
50-ന് മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഒറ്റയ്ക്ക് പിടിക്കുന്ന നിലയിലേക്ക് ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം, ബി.ജെ.പിയുടെ ശക്തി തലസ്ഥാന നഗരിയിൽ മാറിയിരിക്കുന്നു. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ A+ കാറ്റഗറിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി സീറ്റുകളിൽ വിജയിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നിർണായക ശക്തിയാകുക എന്നത് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ തന്നെ ലക്ഷ്യമാണ്. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2017 ഉത്തർപ്രദേശിൽ ശാലിനിയിലേക്ക് വീണ്ടും പോകുകയാണ്. ശാലിനിക്കൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നിരവധി ബി.ജെ.പി നേതാക്കൾ ഉണ്ട്. അവർക്കൊപ്പം ശാലിനി ചേരുകയാണ്. ശാലിനി, അവരോട് ചോദിച്ചു. ഗൗതം, അക്ഷരദേവതയുടെ നാട്ടിൽ നിന്നും പൂജപ്പുരയിൽ നിന്നും പൂജപ്പുര സരസ്വതി മണ്ഡപം അടക്കം സ്ഥിതി ചെയ്യുന്ന പൂജപ്പുര വാർഡിൽ നിന്നും വിജയിച്ച രാജലക്ഷ്മിയാണ്. ഒരുപക്ഷെ ബി.ജെ.പി തലസ്ഥാനം പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൂജപ്പുര പിടിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും ആ പൂജപ്പുര കൂടി NDA സ്വന്തമാക്കിയിരിക്കുകയാണ്. നഗരസഭയിലേക്ക് 21-ാം തീയതി രാജലക്ഷ്മിയും ഉണ്ടാകും കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യാൻ. എന്ത് തോന്നുന്നു വിജയം? വളരെ സന്തോഷം. വി രാജശേഖരന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കൈത്താങ്ങാവാൻ അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ അവസരം തന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു. കൂടെ നിന്നവർക്കും കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഭഗവാനോട് എസ്പെഷ്യലി നന്ദി പറയുന്നു. സ്വാമിയെ ശരണമയ്യപ്പൊക്കെ വിളിച്ചാണ് ഇറങ്ങി വന്നത്. അയ്യപ്പൻ തന്നൊരു വിജയം കൂടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 100% അത് ആ വിജയത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പൂജപ്പുര ജനങ്ങൾക്ക് വികസനം ഇനിയും തുടരും. 100% പൂജപ്പുരയിലുള്ള വികസനം അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പൂജപ്പുര എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. ഈ എഴുത്തിനിരുത്തൽ ചടങ്ങൊക്കെ വരുമ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ്. ഒപ്പം തന്നെ പൂജപ്പുര സരസ്വതി മണ്ഡപമൊക്കെ, ആ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് രാജലക്ഷ്മി വിജയിച്ചിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം പൂജപ്പുര എന്ന് പറയുന്ന വാർഡ് VV രാജേഷിന്റെ കൈകളിലായിരുന്നു. സുരക്ഷിതമായി ആ VVയുടെ കയ്യിൽ നിന്നും പൂജപ്പുര ജനത വീണ്ടും മറ്റൊരു NDAയുടെ സ്ഥാനാർത്ഥിയുടെ കയ്യിലേക്ക് തന്നെ ആ മണ്ഡലം അല്ലെങ്കിൽ ആ വാർഡ് സുരക്ഷിതമായി നൽകിയിരിക്കുകയാണ്. നമുക്കൊപ്പം ആറ്റുകാൽ വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ചേരുന്നത്. ആറ്റുകാൽ എന്ന് പറയുമ്പോൾ മറ്റൊരു ക്ഷേത്ര നഗരി, ഒരു പക്ഷേ വാർഡ് വിഭജനമൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ വളരെയധികം ചർച്ച ചെയ്താണ് ആറ്റുകാൽ ക്ഷേത്രമില്ലാതെ ആറ്റുകാൽ മണ്ഡലം. പിന്നീട് അത് ഡിലിമിറ്റേഷൻ ആറ്റുകാൽ ക്ഷേത്രം ആറ്റുകാൽ മണ്ഡലത്തിൽ തന്നെ വന്നു. എന്ന് തോന്നുന്നു ആറ്റുകാൽ ദേവിയുടെ മുന്നിൽ നിന്ന് ഇനി നഗരസഭയിലേക്ക് കയറാൻ പോവാ? വളരെയധികം സന്തോഷമുണ്ട്. ദേവിയുടെ അനുഗ്രഹവും എന്റെ സഹപ്രവർത്തകരുടെ സ്നേഹവും അവരുടെ രാപ്പകലില്ലാത്ത കഷ്ടപ്പാടും ഒക്കെ തന്നെയാണ് ഈ വിജയത്തിന് കാരണം. ഒരുപാട് നന്ദി ആറ്റുകാലിലുള്ള എല്ലാവർക്കും. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിടിച്ചെടുത്തു. എന്നാലും കഴിഞ്ഞ 5 വർഷം കൈവിട്ടുപോയൊരു മണ്ഡലമാണ്, അല്ലെങ്കിൽ ഒരു വാർഡാണ്. CPMന്റെ കുത്തക ഭരണമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ വികസനം എത്തിയില്ല. വലിയ രീതിയിലുള്ള വികസന മുരടിപ്പുണ്ടായി. CPMന്റെ അതിക്രമങ്ങൾ, സ്ഥാനാർത്ഥികൾ നേരിടേണ്ടി വന്നു, പ്രവർത്തകർ നേരിടേണ്ടി വന്നു. അതിനൊക്കെ ഒരു മറുപടി ഇനിയിപ്പോൾ നമ്മൾ 5 വർഷം കൊടുക്കുമല്ലേ? തീർച്ചയായിട്ടും വിവേചനമില്ലാതെ എല്ലാവരിലേക്കും എല്ലാം എത്തിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ തന്നെ നമ്മൾ എത്തിക്കും. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ 5 വർഷം നഷ്ടപ്പെട്ടു പോയ CPMന്റെ കൈകളിലായിരുന്നു ആ വാർഡ്. അതിനു മുൻപ് BJPയുടെ കൈകളിൽ സുരക്ഷിതമായിരുന്ന വാർഡ് നഷ്ടമായി പോയി. പക്ഷേ ഇത്തവണ അത് ആറ്റുകാൽ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതിന്റെ ആവേശം പ്രവർത്തകർക്കിടയിലുണ്ട്. അവരിപ്പോൾ നഗരം ചുറ്റി സ്ഥാനാർത്ഥികൾക്കിടയിലേക്കൊക്കെ പോകാൻ പോവുകയാണ്. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കാരണം ഏകദേശം 50ഓളം സ്ഥാനാർത്ഥികളെ നമുക്കിനി ഓൺ എയറിൽ കാണിക്കാനുണ്ട്. കമലേശ്വരം വാർഡ് അങ്ങ് പിടിച്ചുവല്ലേ? പിടിച്ചെടുത്തു. കാരണം പിടിച്ചെടുത്തേ മതിയാവൂ. കാരണം അവിടെ അശാസ്ത്രീയമായ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ അശാസ്ത്രീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് കാരണം ഇത്തവണ BJP ആ വാർഡ് തിരിച്ചു പിടിച്ചു. ഇനി അവിടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും NDAയുടെ എല്ലാവിധ സേവനങ്ങളും ഞങ്ങൾ എല്ലാ ജനങ്ങളിലും എത്തിക്കും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനൊരു വിജയം? തീർച്ചയായും പ്രതീക്ഷിച്ചു. കാരണം അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. വോട്ടർമാരെ വിശ്വാസത്തിലെടുത്തു. വോട്ടുകാരെ തന്നെ വിശ്വാസമുള്ള ഞാൻ മുൻ കൗൺസിലറായിരുന്നില്ലേ? ഞാൻ അവർക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു കൊടുത്തു. ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ ജനങ്ങൾ ബുദ്ധിമുട്ടി. ആ ബുദ്ധിമുട്ടിയതിന്റെ ഫലമാണ് എനിക്ക് അവർ വോട്ട് തന്ന് 307 വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്ക് തന്നു. അവർക്കായി ഒപ്പം ഗിരി ഉണ്ടാവും. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സിറ്റിംഗ് കൗൺസിലറാണ്. ഇനിയും അവർക്കൊപ്പം സഞ്ചരിക്കും. അത് ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഓരോ വോട്ടർമാരും അവർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ കാണിച്ചു കൊടുത്തത് എന്നുള്ളതാണ്. എന്തായാലും ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. പ്രാദേശിക വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന സാധാരണഗതിയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ചർച്ചയായത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. CPM തകർന്നടിഞ്ഞു നിൽക്കുകയാണ് തലസ്ഥാന നഗരത്തിൽ. ബാക്കി പല നഗരസഭകളും പിടിച്ചുവെന്ന് അവർ അവകാശവാദം ഉന്നയിക്കുമ്പോഴും തലസ്ഥാനം നഷ്ടപ്പെട്ട്, മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന
ഒരു സാഹചര്യത്തിലേക്ക് CPM തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. നില ഒരു രീതിയിലെങ്കിലും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഭരണം പിടിക്കുമെന്നുള്ള അവകാശവാദം നടക്കാതെ പോയ കോൺഗ്രസ് മറുഭാഗത്ത് നിൽക്കുകയാണ്. നീണ്ട വർഷത്തെ കാത്തിരിപ്പ്, നീണ്ട വർഷത്തെ പ്രവർത്തനം, നീണ്ട വർഷത്തെ പ്രയത്നം അതിന്ന് BJP ഈ വിജയത്തിലൂടെ സാധ്യമാക്കിയിരിക്കുകയാണ്. അനന്തപുരിയിലെങ്ങും ഈ ഒരു വിജയം ആല തല്ലുകയാണ്. ഒരുപക്ഷെ ഇതൊരു അനന്തപുരിയുടെ മാത്രം വിജയമായി നമുക്ക് കാണാൻ സാധിക്കില്ല. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയിരിക്കുന്ന ഈ വിജയം ബാക്കിയുള്ള എല്ലാ മേഖലകളിലേക്കും എല്ലാ വാർഡുകളിലേക്കും എത്തുമെന്നുള്ള പ്രതീക്ഷ NDAയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ പറഞ്ഞതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണ് എന്നുള്ളത്. സെമി ഫൈനൽ തന്നെയാണ്. BJPക്ക് കേരളത്തിന്റെ മണ്ണിൽ വളക്കൂറുണ്ട്. കേരളത്തിൽ ഇനിയും കൂടുതൽ മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കാമെന്ന സൂചന കൂടിയാണ് ഈ വിജയം നൽകുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി അവരുടെ മണ്ഡലത്തിലേക്കും ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കും ഒക്കെ പോവുകയാണ്. ഇതിലും വലിയ രീതിയിലുള്ള ജാഥകളും ആഘോഷങ്ങളും ഒക്കെയാണ് BJP ഇനി വരും മണിക്കൂറിൽ സംഘടിപ്പിക്കുന്നത്. ഗൗതം.